ഞാനിന്നൊരു റാഗി വെച്ചിട്ട് ഒരു കുറുക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് റാഗി ഞാൻ വെള്ളത്തിൽ 2-3 മണിക്കൂർ ഇട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അരിച്ച് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ പഞ്ചസാര പോലത്തെ കല്ലുണ്ടാവുമേ. അപ്പം നമ്മളൊന്ന് അരിച്ചെടുക്കണം, കഴുകി വൃത്തിയാക്കി അരിച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയിൽ നമുക്ക് അരച്ചിട്ട് വരാം. അരിച്ചെടുക്കണം. ഞാൻ റാഗിയൊക്കെ നന്നായിട്ട് മിക്സിയിൽ അരച്ച് കൊണ്ടുവന്ന് ഇതിൻ്റെ പാല് മൊത്തം എടുത്തിട്ടുണ്ട്. ഇത് കൊള്ളില്ല, ഇത് നമുക്ക് കളയണം. ഇത് അരിച്ചെടുത്തത്, അരിപ്പയിൽ അരിച്ചെടുത്തതിൻ്റെ ഇതാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതിപ്പം ഞാൻ ഇതിൻ്റെ പാല് മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കരിപ്പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് റാഗിയുടെ ഇത് ഇച്ചിരി വെള്ളം ഒഴിക്കാം. അതല്ലെങ്കിൽ ഞാനതെടുത്ത് ഇച്ചിരി വെള്ളം അരച്ചപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി അരിച്ചെടുത്തപ്പോൾ. അപ്പോൾ ഇത് നമ്മൾ കരിപ്പെട്ടി, ഞാൻ കുറച്ച് കരിപ്പെട്ടി എടുത്തിട്ടുള്ള അതിന് ലൈറ്റ് മധുരം മതി. ആവശ്യത്തിന് മധുരം ഇട്ട് വേണ്ടവർക്ക് ആവശ്യത്തിന് മധുരം എടുക്കാം. കരിപ്പെട്ടി ഇടുന്ന ഏറ്റവും ടേസ്റ്റ്. ഇനി നമുക്കൊരു അതിനകത്തൊരു പിഞ്ചുപ്പിടാം. നമുക്ക് ഈ കരിപ്പെട്ടിയുടെ അതിനകത്ത് അരിച്ച് ഒഴിക്കണം. ഇപ്പം ചിലപ്പോൾ കല്ലുണ്ടാവും, അപ്പോൾ അരിച്ച് വേണം നമുക്ക് ഒഴിക്കാൻ. നമുക്കിനി ഇത് അടുപ്പത്ത് വയ്ക്കാം. വെക്കുന്നതിന് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കുക. ഇളക്കി കൊടുത്തോണ്ടേയിരിക്കും. നമ്മുടെ റാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തു. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ റാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ടിത് കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ റാഗി കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം വലിയ മനുഷ്യരും ഒക്കെ റാഗി കുറുക്ക് കഴിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഷുഗറും കൊളസ്ട്രോളും പിന്നെ വാദം ഇതിനൊക്കെ ഏറ്റവും നല്ല സാധനമാണിത്. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.